നമസ്കാരം. വടകരയിൽ 9 വയസ്സുകാരി വാഹനമിടിച്ച് കോമയിലായ സംഭവത്തിൽ പ്രതി ഷെജീലിനെതിരെ വീണ്ടും കേസ്. ഇൻഷുറൻസ് കമ്പനിയെ കബളിപ്പിച്ച് പണം തട്ടിയതിനാണ് കേസെടുത്തത്. വ്യാജരേഖ ചമച്ച് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പണം തട്ടിയതിന് നാദാപുരം പോലീസാണ് കേസെടുത്തത്. വാഹനമിടിച്ച് തലശ്ശേരി പന്നിന്നൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം താമസിക്കുന്ന 62കാരി പുത്തലത്ത് ബേബി മരിക്കുകയും മകളുടെ മകൾ 9 വയസ്സുകാരി ദൃശാന ഗുരുതരമായി പരിക്കേറ്റ് കോമയിലാവുകയും ചെയ്ത സംഭവത്തിലെ പ്രതിയാണ് ഷെജീൽ. വ്യാജ വിവരങ്ങൾ നൽകി ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പണം തട്ടിയെടുത്തതിനാണ് കേസെടുത്തത്. വിദേശത്തുള്ള ഇയാൾ കോഴിക്കോട് സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. കാർ മതിലിടിച്ച് കേടുപാട് പറ്റിയെന്ന് കാണിച്ചായിരുന്നു നഷ്ടപരിഹാരം വാങ്ങിയത്. 30,000 രൂപ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരമായി ഷെജീൽ വാങ്ങിയിരുന്നു. നാദാപുരം പോലീസാണ് കേസെടുത്തത്. കഴിഞ്ഞ ഫെബ്രുവരി 17 രാത്രി വടകരയ്ക്ക് സമീപം ചോറോട് അമൃതാനന്ദമയി മഠം സ്റ്റോപ്പിലാണ് അപകടമുണ്ടായത്. രാത്രി 9 മണിയോടെ ചോറോഡിലെ ബന്ധുവീട്ടിലേക്ക് പോകാനായി ബസ് ഇറങ്ങി റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിലാണ് വെള്ള നിറത്തിലുള്ള കാർ ഇരുവരെയും ഇടിച്ചു വീഴ്ത്തിയത്. കാർ നിർത്താതെ പോവുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ബേബി മരിച്ചു. ദൃശാന അബോധാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കണ്ണൂർ മേലച്ചുവ വടക്കൻകോവിൽ സുധീറിന്റെയും സ്മിതയുടെ മകളാണ് ദൃശാന. അപകടം നടന്ന ശേഷം പോലീസ് സമീപത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നെങ്കിലും തെളിവൊന്നും കിട്ടിയിരുന്നില്ല. പിന്നീട് അന്വേഷണം ഇഴഞ്ഞു നീങ്ങി. ഇതോടെ ബന്ധുക്കൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. തുടർന്നാണ് വീണ്ടും അന്വേഷണം ഊർജിതമായത്. കാറിടിച്ച് പരിക്കേറ്റ ദൃശാന ഇപ്പോഴും കോമയിലാണ്. മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഷെജീലാണ് വാഹനം ഓടിച്ചിരുന്നതെന്ന് പോലീസ് കണ്ടെത്തിയത്. വിദേശത്തുള്ള ഷെജീലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസ് തുടരുകയാണ്. അപകടം നടന്ന ദിവസം തലശ്ശേരി ഭാഗത്തേക്ക് പോയ മാരുതി സ്വിഫ്റ്റ് കാർ തിരിച്ചറിയുകയായിരുന്നു. വാഹനം ഓടിച്ച RC ഉടമ പുറമേരി സ്വദേശി ഷെജീൽ ഇതിനിടയിലായിരുന്നു വിദേശത്തേക്ക് കടന്നത്. അശ്രദ്ധമായി വാഹനം ഓടിക്കുകയും അപകടമുണ്ടാക്കുകയുമായിരുന്നു ഇയാൾ. അപകടം നടന്ന ശേഷം പിടിക്കപ്പെടുമെന്ന് കരുതി രക്ഷപ്പെട്ട ഇയാൾ പിന്നീട് കാറിന്റെ രൂപമാറ്റവും വരുത്തി. അന്ന് പോലീസിന് കിട്ടിയ ദൃശ്യത്തിലുണ്ടായിരുന്ന വെള്ള സ്വിഫ്റ്റ് കാറിന് സമാനമായ വാഹനം ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് അപകടമുണ്ടാക്കിയ കാറാണെന്ന് വ്യക്തമായത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ സ്വമേധയാ കേസെടുക്കുകയും പോലീസിനോട് അടിയന്തര റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു. കേരള ലീഗൽ സർവീസ് അതോറിറ്റി പ്രതിനിധികൾ കുട്ടിയെ മെഡിക്കൽ കോളേജിലെത്തി സന്ദർശിക്കുകയും നിയമസഹായം ലഭ്യമാക്കുകയും ചെയ്തിരുന്നു. മനുഷ്യാവകാശ കമ്മീഷനും കേസിൽ ഇടപെട്ടിരുന്നു. ഇടിച്ച കാറിനെ കണ്ടെത്താൻ 100 കണക്കിന് CCTV ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചത്. പഴയ ദൃശ്യങ്ങൾ വീണ്ടും പരിശോധിച്ചു. നിരവധി പേരുടെ മൊഴികളെടുക്കുകയും വർക്ക്ഷോപ്പുകളിൽ നിന്ന് വിവരങ്ങൾ തേടുകയും ചെയ്തു. ഇത്രയും ഇടപെടലുകൾ നടന്നെങ്കിലും 9 വയസ്സുകാരിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. 9 മാസമായി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയാണ്. സാമ്പത്തിക ശേഷിയില്ലാത്ത, അടച്ചുറപ്പുള്ള ഒരു വീട് പോലുമില്ലാത്ത കുടുംബമാണ് കുട്ടിയുടേത്. വാടക വീട്ടിലേക്ക് മാറിയതോടെ വീടിന്റെ വാടക, മരുന്നുകൾ, ഫിസിയോ തുടങ്ങിയവയ്ക്കൊക്കെ കുടുംബം വലിയ വെല്ലുവിളി നേരിടുകയാണ്. അപകടം നടന്ന 9 മാസത്തിന് ശേഷമായിരുന്നു പോലീസ് കാർ കണ്ടെത്തിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി 50,000-ഓളം ഫോൺ കോളുകളും 19,000 വാഹനങ്ങളുമായിരുന്നു ഇക്കാലയളവിൽ പോലീസ് പരിശോധിച്ചത്. ഇൻഷുറൻസ് ക്ലെയിമിന് ശ്രമിച്ചതാണ് കേസിൽ വഴിത്തിരിവുണ്ടാക്കിയത്. കാർ മതിലിടിച്ചെന്ന പേരിലായിരുന്നു ഇൻഷുറൻസ് ക്ലെയിമിന് ശ്രമിച്ചത്. ഷെജീലിനെ നാട്ടിലെത്തിക്കുന്നതിൽ കുടുംബം വഴി പോലീസ് ശ്രമം നടത്തുകയാണ്. എത്രയും പെട്ടെന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി കുറ്റപത്രം സമർപ്പിച്ച് കുടുംബത്തിന് ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന നടപടികൾ വേഗത്തിലാക്കാനാണ് ശ്രമം. നിലവിൽ ഷെജീലിനെതിരെ അശ്രദ്ധ കൊണ്ടുണ്ടാക്കിയ മരണം, തെളിവ് നശിപ്പിക്കൽ എന്നീ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് പര്യാപ്തമല്ലെന്നും കൂടുതൽ കടുത്ത വകുപ്പുകൾ ചുമത്തി ഉചിതമായ ശിക്ഷ നൽകണമെന്നും നേരത്തെ തന്നെ ദൃശാനയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു.